ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 23-ന്റെ 37 മുതൽ. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യെരുശലേമിൻ്റെ ഭാവിയെപ്പറ്റി കർത്താവ് സൂചന നൽകുമ്പോൾ ആഴമായ നൊമ്പരത്തിൽ നിന്ന് ഉളവാകുന്ന വാക്കുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ലൂക്കോസ് 13-ാം അധ്യായത്തിൽ നിരസിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ഹൃദയാദ്രമായ ഒരു വിലാപം കാണാം. ഈ അധ്യായം ഏങ്ങലടിയിലും കണ്ണീരിലും അവസാനിക്കുന്നു. കോഴി സ്വന്തം കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ കർത്താവിന് യെരുശലേമിനെ പൊതിഞ്ഞ് നിർത്താൻ മനസ്സായിരുന്നു എന്നാണ് സൂചന. നമുക്കറിയാം, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എത്രമാത്രം ശ്രദ്ധയോടെയാണ് കരുതുന്നത്. അതിനെ റാഞ്ചിക്കൊണ്ടു പോകാൻ വരുന്ന പരുന്തിനെയും കാക്കയെയും ഒക്കെ അത് തുരത്തി വിടുന്നത് അതിൻ്റെ ശക്തിയുടെ കൂടുതൽ കൊണ്ടല്ല, കുഞ്ഞുങ്ങളോടുള്ള കരുതലിൻ്റെ ഒരു ഊഷ്മളതയാണ്. അതിനേക്കാൾ എത്രയോ അധികം എനിക്ക് നിങ്ങളോട് കരുതലായിരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ തീർച്ചയായും ആ വാക്കുകളിൽ ഒരുപാട് നൊമ്പരമുണ്ട്. എത്ര വട്ടം മനസ്സായിരുന്നു എന്നാണ്. യെരുശലേമിലും പരിസരങ്ങളിലും കർത്താവ് അധ്വാനിച്ചതിനെയാണ് പറയുന്നത്. കർത്താവിന് നന്മ മാത്രം ചെയ്യാനുള്ള ഒരുക്കം. മനുഷ്യൻ നന്മ നിരസിച്ചിട്ട് സ്വന്തം ഹിതത്താൽ നശിച്ചു പോകുന്നു. ശത്രു എത്ര കഴിവുള്ളവനായാലും നമ്മുടെ കർത്താവ് ബലവാനെ പിടിച്ചു കെട്ടിയ ബലവാനാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ആ ചിറകടിയിലുള്ള സ്ഥാനം നിരസിച്ചവർ ഭോഷത്വം തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ട് ഒരു തരം ദൈവീക ശാപമെന്ന തരത്തിൽ യെരുശലേമിന് വരാനിരിക്കുന്ന യാതനയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അതായത് ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിലും സക്കറിയാവിൻ്റെ പ്രവചനം 12-ാം അധ്യായത്തിലുമൊക്കെ ഇത് നമ്മൾ കാണുന്നതാണ്. ഒന്നാമത്തേത് താൽക്കാലിക നിവൃത്തിയും ഒടുവിൽ പറഞ്ഞത് പൂർണ്ണ നിവൃത്തിയുമാണ്. 30-ാം സങ്കീർത്തനത്തിൽ ഉഷസ്സിൽ ആനന്ദഘോഷം വരുന്നു എന്ന് കാണുന്നു. ദൈവത്തിൻ്റെ ദയ. യേശു കരങ്ങൾ നീട്ടി വിളിക്കുന്നു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ അപൂർവമായ നില. ക്രിസ്തുവിനെ നിഷേധിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലം വളരെ ക്ലേശകരമാകും എന്നതാണ് ഈ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ ആമുഖമായി വേണമെങ്കിൽ നമുക്ക് കരുതാം. യെരുശലേമിനെ കുറിച്ചുള്ള യേശുവിൻ്റെ വിലാപം ദൈവത്തിൽ നിന്ന് രക്ഷ കൊണ്ടുവരുന്ന ദൈവീക ജ്ഞാനമാണ് താനെന്ന് യേശു ഇവിടെ വ്യക്തമാക്കുകയാണ്. യെരുശലേമിന് എതിരെയുള്ള ശാപം പ്രവാചകന്മാരെ വധിക്കുകയും കല്ലെറിയുകയും ആദിമസഭ നേരിട്ട അനുഭവമൊക്കെ ഇതുതന്നെയായിരുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ വധിക്കപ്പെട്ടു.
കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. ഈ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഹോശാന ഞായറാഴ്ചയോട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും. അതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഏറെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ഉപയോഗിക്കണം എന്നത് ഗൗരവമുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നിഷ്കരുണം ഒഴിവാക്കിയാൽ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ശാപത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ആവർത്തനം നമുക്കുണ്ടാവാം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഇത് സുപ്രസാദകാലമെന്ന് നമ്മൾ വായിക്കുന്നു. ആ സുപ്രസാദകാലം കൃപയുടെ കാലമാണ്. ദൈവത്തെ സ്വീകരിപ്പാൻ മനസ്സൊരുക്കമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ നന്നായി ഉപയോഗിപ്പാനുള്ള കൃപ നൽകണമേ. വിവേചന ബുദ്ധിയോടെ അതിനെ സ്വീകരിപ്പാനും ജീവിപ്പാനും സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവപൈതങ്ങളായി ജീവിപ്പാൻ, കർത്താവെ വചനാടിസ്ഥാനത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും തീരുമാനങ്ങളിലും ഇച്ഛകളിലും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.